ഫിയസ്റ്റയുടെ ബാക്കിൽ പോലീസുകാർ കൈ കാണിച്ചു. ഒരു അലോയ് ബെൻഡ് ആവുകയാണെങ്കിൽ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചേക്കും. റെക്കോർഡ് ചെയ്ത് മൊബൈലിൻ്റെ സ്പേസും തീർന്നു, ചാർജും തീരാറായി. തീരെ പ്ലാൻഡ് അല്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനെ പറ്റി. പിന്നെ രാവിലെ എണീച്ചു, വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ലതാ, സൺഡേ ആണ്, അപ്പോഴൊരു മൂഡുണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഗെറ്റ് ബാക്ക് ടു ദ മാറ്റർ. അപ്പോൾ ഞാൻ എൻജിൻ്റെ ബാക്കി സ്പെഷ്യാലിറ്റീസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ കണക്കിന് എൻജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതേ കണക്കിന് ഓവറോൾ ഡിസൈൻ ഞാൻ പറയാമല്ലോ. ഓവറോൾ ഡിസൈൻ ഭയങ്കരമായിട്ട് ടൈംലെസ് ആയിട്ടുള്ളൊരു ഡിസൈൻ. വോൾസ്വാഗൻ പോളോയുടെ ഡിസൈൻ ടൈംലെസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതേപോലെ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര യുണീക്കായിട്ടുള്ള, എത്ര കാലം കഴിഞ്ഞാലും റിട്ടേൺ ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു ഡിസൈനാണ്. ഒരു നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ് KTM ഡ്യൂക്കിന് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എസ്പെഷ്യലി പറയേണ്ട കാര്യമാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഭയങ്കര, കാരണം ഈ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് പോലും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഈ ഒരു ഷേപ്പ്, ഇവിടുത്തെ ഒരു ബഡ്ജിങ്, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തോട്ട്ഫുള്ളായിട്ട് ഉള്ളൊരു, എനിക്ക് തോന്നുന്നു ബെനലിയുടെ 300-ന് ഇതുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള ഒരു ഹെഡ് ലാമ്പാണെന്ന് തോന്നുന്നു. സോ അത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ്. പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഡിസൈന്. എനിക്ക് പ്രാക്ടിക്കലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാക്ക് കയറിയിട്ടുള്ള മഡ് ഗാർഡ് ടോട്ടലി മുകളിലോട്ട് കയറിയിട്ടുള്ള ഒരു ബൈക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈൻ ട്രെൻഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാഹനം തന്നെ ഓൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും വണ്ടി വാങ്ങിച്ച ആ ഒരു ദിവസം സെയിം ഡേ ഈവനിങ് തന്നെ ഞാൻ മഡ് ഗാർഡ് എടുത്ത് കളഞ്ഞാണ്. എനിക്ക് മഡ് ഗാർഡിനോട് തീരെ താല്പര്യമില്ല, പിന്നീട് ഇന്നേ വരെ വെച്ചിട്ടുമില്ല. ആർക്കെങ്കിലും ഈ മഡ് ഗാർഡ് വേണമെങ്കിൽ DM ചെയ്യാൻ ഞാൻ തരാം. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്, 8 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. പിന്നെ വേറെ കാര്യങ്ങൾ ഞാൻ പറയാമല്ലോ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിനെ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ഭയങ്കര മെച്ചുവേർഡാണ്. കാരണം NSൻ്റെ വ്യൂ എനിക്കിഷ്ടമാണ്, ബട്ട് അത്ര മെച്ചുവേർഡായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു സിംഗിൾ ഒരു എന്താ പറയണ്ട, ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈന്, ഇത് ഭയങ്കര ടൈംലെസ് ആയിട്ടുള്ള ഡിസൈനാണെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ടൈമിൽ LED ലാംപ്സ് വളരെ കുറച്ചേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ R15 ശരി, ഇപ്പോൾ NSനാണെങ്കിൽ ശരി LEDs വരുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ LEDs വളരെ വളരെ കിടിലം ഒരു സംഭവമായിരുന്നു. പിന്നെ ഓവറോൾ ഞാൻ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ക്വാളിറ്റി ഞാൻ ചുമ്മാ എന്താ പറയണ്ട, തട്ടി നോക്കിയിട്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുന്ന പോലെ എടുക്കരുത്. ഈ വാഹനം വാങ്ങിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം എനിക്കിഷ്ടം പോലെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ്സ് ഓൺ റിവ്യൂ എന്ന് പറയുന്ന പോലെ ആ ഒരു അപകടങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റി ഞാൻ അളക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പാടുണ്ട്, ഈ ഒരു പാട്, ഇവിടെ ഒരു പാട് കിടക്കുന്നുണ്ടോ, ഇവിടെ ഒരു പാടും കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ എൻ്റെ ഈ കൊച്ചു മിറർ ഉണ്ടായിരുന്നു, അത് അവസാനമായപ്പോൾ പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ നമ്പർ പ്ലേറ്റ്സ് ഞാൻ ഇവിടെ വെക്കാറില്ല. നമ്പർ പ്ലേറ്റ് ഞാൻ തൽക്കാലം ടെമ്പററി ആയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ മഡ് ഗാർഡിൽ. ഇതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് വേറെ ഉണ്ട്. എനിക്കൊരു വലിയൊരു വിൻഷീൽഡ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ആ ഒരു വിൻഷീൽഡും ഹാൻഡ് ഗാർഡ്സും എനിക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ നോക്കിയാൽ മതി, ഈ ഫോട്ടോയാണ് ഹാൻഡ് ഗാർഡിൻ്റെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ലുക്കല്ലേ. എന്തെങ്കിലും ഇപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം അധികം ഒരു സ്ട്രീറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോങ് ടൂറിങ്ങിനൊന്നും പോകുന്നില്ല. സ്ട്രീറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു, ഞാൻ ലോങ് ടൂറിങ് എന്ന് പറയുന്ന ഒരു 120-200-300 കിലോമീറ്ററൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ഭയങ്കര ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ, ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർക്കറിയാം PMG എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. PMG ജംഗ്ഷനിൽ 1 വേ ആണ്. അപ്പോൾ ആ 1 വേ ഉള്ള ജംഗ്ഷനിൽ ഒരു സിഗ്നൽ കഴിഞ്ഞ് ഈ PMG ജംഗ്ഷനിലോട്ട് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പൊളിച്ചു വന്ന്, അപ്പോൾ ആക്ച്വലി സ്റ്റോപ്പ് ഉള്ളതാണ് അവിടെ, സിഗ്നൽ ഉള്ള സ്റ്റോപ്പ്. മെയിൻ ജംഗ്ഷനാണ്, ഭയങ്കര തിരക്ക് കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ല, വേറെ എവിടെ ശ്രദ്ധ പോയി. അപ്പോൾ വണ്ടി എടുത്ത ഒരു തിളപ്പിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ്. അപ്പോൾ നേരെ ചെന്ന് ഒരു ഫിയസ്റ്റ നിർത്തിയിട്ടിരുന്നു. ആ ഫിയസ്റ്റയുടെ ബാക്ക് നേരെ കൊണ്ട് ഇടിച്ച് കയറ്റിയ സീനാണ്. എനിക്കൊന്നും പറ്റിയില്ല, പിലിയൻ ഇരുന്ന ആൾക്കും ഒന്നും പറ്റിയില്ല, ബൈക്കിനൊന്നും പറ്റിയില്ലെന്ന്. ബൈക്കിനാകെ പോയെന്ന് വെച്ചാൽ ഇവിടെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ നമ്പർ പ്ലേറ്റ് ചളുങ്ങി പണ്ടാറടങ്ങിപ്പോയി. ഈ നമ്പർ പ്ലേറ്റ് നേരെ വന്ന് അതിൻ്റെ ഫിയസ്റ്റയുടെ ബാക്കിലത്തെ ടെയിൽ ലാമ്പിലിടിച്ചു.
അതുകൂടാതെ ടയർ ഭാഗം വന്ന് ഒരു സൈഡിലോട്ടാണ്. അപ്പോൾ ടയർ ഭാഗം ചെന്ന് ഫിയസ്റ്റയുടെ ബമ്പർ പിടിച്ചു. ഫിയസ്റ്റയുടെ ടെയിൽ ലാമ്പ് പൊട്ടിപ്പോയി. അതുകൂടാതെ ബമ്പറിന് നല്ല പരിക്കുണ്ട്. എൻ്റെ ബൈക്കിന് ഒരു കംപ്ലൈൻറ്റ് വന്നില്ല. കംപ്ലൈൻറ്റ് വന്നത് ആകെ ഈ നമ്പർ പ്ലേറ്റിലാണ് വന്ന് ഇടിച്ചത്. നമ്പർ പ്ലേറ്റിന് വന്ന അപകടം അല്ലാതെ. അതുകൂടാതെ ഇതും വന്ന് ഇടിച്ചു. ഈ ഹെഡ് ലാമ്പ് വന്ന് ഇടിച്ചിട്ട് എൻ്റെ ഹെഡ് ലാമ്പിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല, ഒരു ഇഷ്യൂസും വന്നില്ല. അതാണ് KTMൻ്റെ ക്വാളിറ്റി. അത്ര ടോപ്പ് നോച്ചായിട്ടാണ് അവരുടെ ഓരോ പാർട്സും ഉണ്ടാക്കിയേക്കുന്നത്. എന്തൊക്കെയാണ് ഓവറോൾ നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുക്കുന്നതിന് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് KTM നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ ആക്സിഡൻറ്റിൽ ആകെ പറ്റിയിരുന്നെന്ന് വെച്ചാൽ ഞാൻ ഈയിടെയാണ് ഇതിൻ്റെ എന്താ പറയണ്ട ഇതിൻ്റെ കേസ് ഊരി നോക്കിയത്, ഇതിൻ്റെ ഹെഡ് ഊരി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട്. ആ ലോക്കും പൊട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു. ആ പഴയ ആക്സിഡൻറ്റിൽ നിന്ന് പറ്റിയതായിരിക്കും. എന്തൊക്കെയാലും അത് വിട്ടേക്കും. അപ്പോൾ ഇതാണ് ക്വാളിറ്റിയെ പറ്റി എനിക്കറിയാം. ടോപ്പ് നോട്ട്സാണ്. നിങ്ങളൊരു ലോങ് യൂസിന് വേണ്ടിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. KTM അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ഞാൻ ഗെയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട്. ബാക്കിലത്തെ സസ്പെൻഷൻ സോഫ്റ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ച് സോഫ്റ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. എന്തൊക്കെയാലും അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് അതിൽ നിന്നും കുഴപ്പമില്ലാത്തൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൽ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്തേക്കണം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക്സിനെ പറ്റിയാണ്. ആരും ചോദിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. ഇത് ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഹാൻഡിൽ ബാർ റേസേഴ്സ് വെച്ചിട്ടുള്ളതാണ്. ഹാൻഡിൽ ബാർ റേസേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ലൊരു എന്താണ് പറയേണ്ട, വളരെയധികം ആലോചിച്ചെടുത്തൊരു തീരുമാനം, വളരെ ഇഫക്റ്റീവായിട്ടൊരു തീരുമാനമാണ്. കാരണം ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പലവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, സാധാരണ KTMനെക്കാളും എന്തൊരു വ്യത്യാസം വന്നിട്ട് ആൾക്കാരൊന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലിങ്കർ വെച്ചിട്ടുണ്ട്. ബ്ലിങ്കർ ഞാൻ കാണിച്ചു തരാം. ബ്ലിങ്കർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലിങ്കർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് എത്ര 26 മോഡ്സ് എങ്ങാണ്ടുള്ള ബ്ലിങ്കറാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ ഇപ്പോൾ ബ്ലിങ്കർ വെക്കാൻ കുറച്ചും കൂടെ മറ്റേ എന്താ പറയണ്ട, ജസ്റ്റ് പ്ലഗ് ഓൺ ബ്ലിങ്കർ ഉണ്ട്. അതായത് ഇവിടെ ഒരു ചെറിയൊരു സ്ലോട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ സ്ലോട്ടിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. പക്ഷേ ഞാൻ വെച്ചേക്കുന്ന ബ്ലിങ്കർ അങ്ങനത്തെ അല്ല. ഞാനവിടെ എന്താണ് അതിൽ നിന്നൊരു 4 വയർ വരുന്നുണ്ട്. അത് ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ കണക്ഷൻ അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിലോട്ടും അതിൻ്റെ കണക്ഷൻ പോകുന്നുണ്ട്. സോ ഞാൻ ഇതിലൂടെ ആക്ച്വലി ഈ വയർ റൂട്ട് ചെയ്തേക്കുന്ന അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. വണ്ടി കുറച്ച് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. ഓൾസോ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു മൊബൈൽ ചാർജർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എറണാകുളത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. അതൊരു 1200 രൂപ കണ്ടായി. ഇത് വിത്ത് ചാർജറുള്ളതാണ്. ചാർജർ നമുക്ക് മൊബൈൽ ഹോൾഡർ പ്ലസ് ചാർജർ അതിൽ വരുന്നുണ്ട്. സോ ചാർജറും ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഓൺ ഓഫ് ആക്കാനുള്ള ബട്ടണും അതിൽ തന്നെ വരുന്നുണ്ട്. സോ അത് വളരെ ഇഫക്റ്റീവും തോട്ട്ഫുള്ളും ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല കാര്യം. പിന്നെ ഇതിനകത്ത് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ ഞാൻ ഈ സ്റ്റിക്കർ വർക്ക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഇതൊക്കെ ജസ്റ്റ് ഞാൻ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അതിപ്പോൾ 1-2 കാര്യങ്ങൾ, മെഷ്ലിൻ്റെ, പിന്നെ പ്രോടേപ്പർ, ഹാൻഡിൽ ബാസിൻ്റെ, റോക്ക് സ്റ്റാർ എനർജി ഡ്രിങ്കിൻ്റെ, WP സസ്പെൻഷൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റിക്കറാണ്. KYB ബ്രേക്കിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. സോ പിന്നെ അപ്പുറത്ത് വരുവാണെങ്കിൽ ക്യാനൻ്റെ അതേപോലെ റോക്ക് സ്റ്റാറിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വൈറ്റ് കോമ്പിനേഷനുള്ള ഡ്യൂക്കായിരുന്നു. ഡ്യൂക്കിൻ്റെ വെള്ള സ്റ്റിക്കർ നിങ്ങൾക്കറിയാമല്ലോ. ഇതിങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ സ്റ്റിക്കറാണ്. സോ ആ ഒരു ഡ്യൂക്കിൻ്റെ വൈറ്റ് സ്റ്റിക്കർ മുഴുവൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം കുറച്ചും കൂടെ ആൾക്കാർ ശ്രദ്ധിക്കാതെ സട്ടിലായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നതിനുള്ളൊരു ഡിസൈൻ ഇതാണെന്ന് എനിക്ക് തോന്നി. മറ്റേ നമുക്ക് ഭയങ്കര കുറച്ചും കൂടെ ഞെരിഞ്ഞ് നമുക്കൊരു ചേഞ്ച് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. പിന്നെ വേറൊരു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുള്ളൊരു മൈൻഡും ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ നാൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാരാണെങ്കിലും പറഞ്ഞു കുറച്ചും കൂടെ ഒരു ബുള്ളറ്റോ വേറെ എന്തെങ്കിലും ഒരു വാഹനം മാറ്റിയെടുക്കാൻ. ഞാനും വിചാരിച്ചു കുറച്ചും കൂടെ ഭയങ്കര ഫങ്കിയായിട്ട് ഡ്യൂക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും കൂടെയാണ് ആ സ്റ്റിക്കർ എടുത്ത് ഇളക്കി കളഞ്ഞപ്പോൾ എനിക്കിനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറില്ല. ഞാനിപ്പോൾ എവിടെ വേണമെങ്കിലും സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ പറയാമല്ലോ, സൗണ്ട്, ഈ ഒരു
അണ്ടർബെല്ലി എക്സോസ്റ്റിൻ്റെ സൗണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കമൻറ്റ് പറയാനുള്ള കാര്യം. വണ്ടി ലോഞ്ച് ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു, ആൾക്കാർ സൗണ്ടിൽ അറിയും. ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്ത് ഒരു 4-5 മാസത്തിനകം അടുത്ത് തന്നെ ഒരു എറണാകുളം ട്രിപ്പ് പോയി. അപ്പോൾ എൻ്റെ കൂടെ R15 ഉണ്ട്, അപ്പോൾ എൻ്റെ കൂടെ FC ഉണ്ട്. അപ്പോൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ പോലീസുകാർ കൈ കാണിച്ചു. അപ്പോൾ കൈ കാണിച്ചു, എന്താണ് പരിപാടി, എങ്ങനെയാണ് കാര്യങ്ങൾ, ഓവർ സ്പീഡ്. സോ പിന്നെയും ചാർജ് തീർന്നു, പിന്നെ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആയി, ഡാറ്റ തീർന്നു, പിന്നെ അതെല്ലാം മാറ്റി പിന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഥ പറയുമായിരുന്നല്ലോ, ഞാൻ പോലീസ് പിടിച്ച കഥ പറയുമായിരുന്നല്ലോ. അപ്പോൾ എറണാകുളത്തിന് പോകുന്ന റൂട്ടിൽ പോലീസ് പിടിച്ചു. അങ്ങനെ R15 ബാക്കി മറ്റേ വണ്ടിയും പോകുന്ന സെയിം സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ ഈ വണ്ടിയുടെ സൗണ്ട് കൊണ്ടായിരിക്കും ആ ഒരു ടൈമിൽ എസ്പെഷ്യലി അവർ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അവർ പിടിച്ചു നിർത്തി ഇത് മോഡിഫൈ ഒന്നും ചെയ്ത വണ്ടിയല്ലല്ലോ, ഇത് വളരെ പഴയ ഒരു സംഭവമാണ്. അപ്പോൾ അവർ ചോദിച്ചല്ലോ, അങ്ങനെ കുറേ ചറഞ്ഞാണ് വിട്ടത് അവർ. അപ്പോൾ അത്ര വലിയൊരു ലൗഡായിട്ടുള്ള സൗണ്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോഴും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇതേവരെ ഒരു വേറൊരു എക്സോസ്റ്റ് വാങ്ങിച്ചു വെക്കാനോ ഒന്നും എനിക്കൊരു താല്പര്യം. കാരണം ഇപ്പോൾ തന്നെ ഞാൻ പറയാമല്ലോ, കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിലൊക്കെ ഞാൻ ചെറിയ അകത്തൂടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ സൗണ്ട്. കാരണം അത്ര യുണീക്കായിട്ടുള്ളൊരു സൗണ്ടാണ്. പിന്നെ കൈ കൊടുത്ത് ഞാൻ പറയാമല്ലോ ഒരു 6000 RPM മുകളിൽ ശരിക്കും വണ്ടി വിളിച്ച് കാറി കൂവിയാണ് പോകുന്നത്. കാരണം ഇപ്പോഴും അത്ര നല്ല പഞ്ചോടുള്ളൊരു സൗണ്ടാണ് KTM Duke 200ൻ്റെ. നല്ലൊരു പവറിൻ്റെയും എന്താണ് പറയേണ്ടത്, പവറിൻ്റെയും ഒരു ബോഡി വെയ്റ്റിൻ്റെ എല്ലാം ഒരു നല്ലൊരു നമുക്ക് എന്തൊരു പ്രാക്ടിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വണ്ടിയുടെ നല്ലൊരു കോമ്പിനേഷനാണ് KTM Duke. കാരണം അത്ര ഇപ്പം 390 പോലെ അത്ര പേടിപ്പിക്കുന്ന വണ്ടിയല്ല. ഇതിൻ്റെ കൂടെ ഇറങ്ങിയ 390 ആണ് കുറച്ചധികം പവറുള്ളൊരു വാഹനം. ഇപ്പോൾ അത് അപ്പോളോ H1 ആണ് ഇട്ടേക്കുന്നത്, അപ്പോളോ ആൽഫ H1. പലവർക്കും ഈ ടയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഈ ടയർ ഇട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം, ഇവിടെ കൊടുത്തേക്കാം. ദെൻ വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, ഇത് കണ്ടില്ലേ ഇതിൻ്റെ ടാങ്ക് റിസർവോയറൊക്കെ ഈ മോഡിൽ വന്നേക്കുന്ന ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ഭയങ്കര യൂണീക്കായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് 220 ഉണ്ടായിരുന്നു. പിന്നെ വേറെ മോഡിഫിക്കേഷൻ കാര്യത്തിൽ ഞാൻ പറയുന്നത്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഈ വയറിന് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങി കിട്ടും 20-40 രൂപ കൊണ്ടുമാണ്. ചെറിയൊരു റബ്ബർ, അതൊരു നൈസ് ടച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ ഇത് ഫാക്ടറി എഫക്റ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിമ്പിളായിട്ട്. ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ 7.5 വർഷത്തിൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസിൽ ഇതിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം ഞാൻ പറയാം. സോ ഫ്രണ്ടിൽ നിന്ന് ഞാൻ തുടങ്ങാം. സോ ഫ്രണ്ടിലത്തെ വീൽസ് 2 പ്രാവശ്യം എനിക്ക് ബെൻഡായിട്ടുണ്ട്. ജസ്റ്റ് സൈഡ് ചെറിയ രീതിയിൽ ബെൻഡായിട്ടുള്ളതാണ്. ആക്ച്വലി 2 തവണ, അതിലൊരു തവണ എനിക്കറിയായിരുന്നു. ഞാൻ കൊച്ചി ഹൈവേയിലൂടെ പോയിക്കൊണ്ട് NH പോകുമ്പോൾ അത് വന്നതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഞാൻ കുറേ നാൾ അത് അറിയാതെ തന്നെ അത് മുന്നോട്ട് പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ് ഞാൻ അത് മാറ്റിയത്. അപ്പോൾ മാറ്റിയപ്പോൾ നല്ല പണി കിട്ടിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഉറപ്പായിട്ടും. കാരണം മാറ്റി ഞാനത് അടിച്ച് റെഡിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു അലോയ് ബെൻഡ് ആവുകയാണെങ്കിൽ അതിനെ ടോട്ടലി റീപ്ലേസ് ചെയ്യുന്നതാണ് 100% നിങ്ങൾ നല്ലൊരു കാര്യം. കാരണം ഞാനിത് ട്രിവാൻഡ്രത്ത് ഏറ്റവും നന്നായിട്ട് അലോയ് ക്ലിയറാക്കി തരുന്ന ഒരു വ്യക്തിയുടെ കൊടുത്തു. അപ്പോൾ അയാൾ ക്ലിയറൊക്കെ ആക്കി തന്നു. പക്ഷെ ക്ലിയർ ആക്കിയതോടെ ഈ ഡിസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്ക് കംപ്ലൈൻ്റായി. ഞാൻ പറഞ്ഞു, ഡിസ്ക് ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ആര് വണ്ടിയുടെ ഡിസ്കിൽ തൊടുവാണെങ്കിലും അത്ര കെയർ കൊടുത്ത് തൊടുന്നൊരു സാധനമാണ് സ്പോർട്സ് ബൈക്സിൻ്റെ ഡിസ്ക് ബ്രേക്ക്. ഈ ഡിസ്കിന് ചെറിയൊരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പോയി. അങ്ങനെ ആ ഒരു ടയർ ഞാൻ വെച്ച് ഈ ഡിസ്കും വെച്ചിട്ട് കുറേ നാൾ ഈ ബ്രേക്ക് ജാമായിരുന്നു. അങ്ങനെ എനിക്ക് ഓടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത് ഓടിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ കയറത്തില്ല. കൈ കൊടുക്കുന്നതിനനുസരിച്ച് ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വൃത്തികെട്ടൊരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്.
നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു വാഹനത്തിൽ നമുക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നാണ് ഈ ബെയറിങ്ങിൻ്റെ പ്രശ്നം, ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ബെയറിങ്ങിൻ്റെ പ്രശ്നം. അതുകൂടാതെ ഇവിടെ സുഞ്ഞാമിൻ്റെ ബെയറിങ്ങിൻ്റെ പ്രശ്നം, അതുകൂടാതെ കോൺസെപ്റ്റിന് കംപ്ലയിൻറ്റ് വരിക. ഇതൊക്കെ നമ്മളെ റൈഡിങ് ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അതൊക്കെ അതിലോട്ടൊക്കെ മാക്സിമം ഇറങ്ങാതിരിക്കുക. ഇതിൽ പറയാനുള്ള ഞാൻ അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാൻ അവസാനം ഡിസ്ക് ഫുള്ള് മാറ്റി അതിനോടൊപ്പം ഈ ഡിസ്ക് മാറ്റി അതുകൂടാതെ വീൽസും ഞാൻ പുതിയതും എടുത്ത് വാങ്ങിച്ചിടുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോഴും അത് രണ്ടും ഞാൻ മാറ്റി. അത് മാറ്റിയപ്പോഴും ഒരു ചെറിയ ഒരു പണിയെന്ന് പറയൂലേ, എനിക്ക് ആദ്യം അത് ഇഷ്ടമായിരുന്നു, ബട്ട് ഒരു ചെറിയൊരു പണിയാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഡിസ്ക്കാണ് ഈ ഡിസ്ക്. അതായത് ഞാൻ എടുത്തപ്പോൾ 2014 മോഡൽ ഡിസ്കിൻ്റെ വലിപ്പത്തിനേക്കാളും വലിപ്പം കൂടിയ ഡിസ്ക്കാണ് ഇത്. അപ്പോൾ അതിലെന്താണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു സ്പേസർ എക്സ്ട്രാ ആയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്ക്, ഞാൻ മോശമാണെന്നല്ല പറയുന്നത് ഒരിക്കലും, നേരത്തെ ഈ വാഹനത്തിൻ്റെ ബൈറ്റ്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലീനിയർ, നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള നല്ലൊരു ക്ലിയർ ബൈറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വല്പം ഒന്ന് ലോക്ക് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. സാധാരണ ഇത് ഡിസ്കിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് ശരിക്കും കൂടേണ്ടതാണ്. പക്ഷേ എനിക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു സ്പേസർ വെച്ചിട്ടുള്ള ആണത് റെഡിയാക്കിയേക്കണം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടർ മോട്ടറിനും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേ ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിന് ടക്ക് 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 അടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ KTM ഡ്യൂക്ക് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാവുന്നതായിരിക്കും. കാരണം പല പേർക്കും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആ ഒരു സ്റ്റാർട്ടർ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഒരു ഹൈ പ്രഷർ റേഷ്യോ ഉള്ളൊരു എഞ്ചിനാണിത്. കാരണം ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്ര ഒരു വലിയൊരു പവർ വേണം ഈ എഞ്ചിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ആ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ അധികമാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ കോയിലോ അങ്ങനെ എന്തോ അതിന് പറയുന്ന ആ ഒരു സാധനം ഇല്ലെങ്കിൽ ബാറ്ററി ലോ ആയി പോകുന്നുണ്ട്, ബാറ്ററി ഓഫായി പോകും. അത് ഒരു തവണ അത് ഫുള്ള് സെറ്റ് മാറിയിട്ടുണ്ട്. സോ അതായത് ബാറ്ററി കണ്ടിന്യൂസ് ആയിട്ട് ലോ ആവുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ബാറ്ററി ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ സർവീസിനെ പറ്റിയാണ്. സർവീസ് എല്ലാം ഞാൻ കമ്പനി സർവീസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് നിന്നെ അവരെ തൊടിപ്പിച്ചിട്ട് പോലും ഇല്ല ആരെയും കൊണ്ടും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. സോ മിക്കവാറും 2 ദിവസത്തിനകം ഞാൻ അത് കൊണ്ട് കാണിക്കാൻ നോക്കും. എന്ന് വെച്ചാൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ അതൊരു വലിയ ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അത് നോക്കി ഇന്ന് ചെയ്യിപ്പിക്കാം. മിക്കവാറും ഞാൻ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ. സോ സർവീസ് വൈസ് പറയുകയാണെങ്കിൽ 3600 to 4200 ആ ഒരു റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ മാറ്റാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ചിലവാകും. 4000 എന്ന് വേണമെങ്കിൽ പറയാം. 4000 ആവാറുണ്ട് പലപ്പോഴും. മോട്ടീവിൻ്റെ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കുഴപ്പമില്ല. പിന്നെ പ്രോഗ്രസീവായിട്ട് എപ്പോഴും ഒരു മെയിൻ്റെനൻസ് വേണ്ട ഒരു ചെയിനാണ് KTMന്. കാരണം സാധാരണ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഡ്യൂക്കിന് ഇപ്പോൾ FCയുടെ ചെയിനുകളുണ്ട്. FCയുടെ ചെയിന് നിങ്ങൾ എത്ര നാൾ ഒരു മെയിൻ്റെനൻസ് ഇല്ലാതെ യൂസ് ചെയ്താലും ഒരു കംപ്ലയിൻറ്റ് പറ്റില്ല. കാരണം അതിന് ചെറിയൊരു ചെയിനാണ് വരുന്നത്. ഇത് എക്സ്ട്രീം ടൈപ്പാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ചെയിനിൻ്റെ വലുപ്പം വളരെ കൂടുതലാണ്. 220 ഒക്കെ ചെയിൻ കണക്കിന് വലുപ്പം കൂടുതലുള്ള ചെയിനാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ വളരെയധികം വൃത്തിയുടെ ശബ്ദം കേൾക്കും. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം പോലും ചെയ്തില്ലെങ്കിൽ പോലും വണ്ടിയുടെ ചെയിൻ ലൂബ് ചെയ്യുന്നതിൽ ഒരിക്കലും ഞാൻ അത് മാറ്റാറില്ല. സോ ഇതിപ്പോൾ ആക്ച്വലി ചെയിൻ ലൂബ് റോളം വെച്ച് ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. സോ ഗൈസ്, ഒരു 7.5 വർഷം, ഒരു 5 വർഷം ആകുമ്പോൾ തന്നെ ഈ ഒരു റബ്ബറില്ലേ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസപ്പ് ഇട്ട് ഇത് കണ്ടോ, റബ്ബേഴ്സ് എല്ലാം അതിൻ്റെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അത് അധികം നിൽക്കത്തില്ല. ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം
ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇളകി ഞാൻ പിന്നെ ഇതിപ്പം സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. സോ ഏറ്റവും പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുമോ അത് മാറ്റണം. ബട്ട് നോർമലായിട്ടും ഈ KTM യൂസേഴ്സ് ഒരു കാര്യം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. മീൻസ് അതിനകത്ത് വെള്ളം വരുന്നത്, മീറ്റർ കൺസോളിനകത്ത് വെള്ളം വരുന്ന ഒരു കാര്യം. എനിക്ക് ഇതേവരെ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഞാൻ മഴയത്തൊക്കെ കൊണ്ടുവെക്കുന്നത് എടുക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇതേവരെ എനിക്കിതിൻ്റെ കേസിനകത്ത് ഇതേവരെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇഷ്യൂ വന്നിട്ടേ ഇല്ല. എന്തൊക്കെയായാലും അത്രയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ ഇപ്പോഴും റേഡിയേറ്റർ ഫാനൊക്കെ ഒരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ വയറിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്നും പറയാനില്ല, കാരണം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരിപ്പുണ്ട്. പിന്നെ കംപ്ലയിൻസിൻ്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഈ എയർ ഫിൽറ്റർ ഒരു വശം ഇതല്ലേ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ 8 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു ലോങ് പീരീഡാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ വളരെയധികം കുറയും. അപ്പോൾ ഒരു വർഷം ഇത് എയർ ബോക്സിനെ മാറ്റിയിട്ടുണ്ട്, ഫിൽറ്റർ ബോക്സ്. അപ്പോൾ അതാണ് മെയിൻ ചിലവുകൾ. സ്റ്റിൽ ഐ ലവ് മൈ KTM സോ മച്ച്. ഞാൻ എന്തൊക്കെയും കൊടുക്കാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. എന്തൊക്കെയാലും എൻ്റെ ഈ കൊച്ചു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം വന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ കൊണ്ട്. എന്തൊക്കെയാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഇങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കൂ. എന്തെങ്കിലും നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള റൈഡിങ് നിങ്ങൾക്ക് ഞാൻ വിഷ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം കുറേ എഫേർട്ടും കുറേ ഒരു സപ്പോർട്ടുമാണ് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എഗെയിൻ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾക്ക് വാഹനത്തിനെ പറ്റിയുള്ള തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ KTM ഫാൻസ് ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ വരിക. എന്തെങ്കിലും ഗൈസ്, ഫസ്റ്റ് പേഴ്സൺ സൈനിങ് യുവർ ഗൈസ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.